അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. വിശുദ്ധ റമളാനിലെ വളരെ പവിത്രമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളാണ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം, ഒരു സെക്കൻഡ് നമ്മൾ ഒരു അമൽ ചെയ്താൽ, ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിന് 1000 മാസം ഇബാദത്ത് ചെയ്തതിനേക്കാളും പ്രതിഫലമുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറയുന്നു, ഖൈറും മിൻ അൽഫി ശഹർ. മഹാന്മാരായ ഇമാമിങ്ങളെല്ലാം ഇതിനെ വിശദീകരിച്ച് ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, അൽ അമലു ഫീഹാ ഖൈറും മിനൽ അമലി ഫീ അൽഫി ശഹരിൻ ലൈസ ഫീഹാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്തതായ 1000 മാസം തുടർച്ചയായി ഇബാദത്തുകൾ ചെയ്തതിനേക്കാളും ആ ലൈലത്തുൽ ഖദ്റിൽ ഒരു ഇബാദത്ത് ചെയ്താൽ ലഭിക്കുമെന്ന് നവവി റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുന്നു. ലൈലത്തുൽ ഖദ്റിൽ 1 രൂപ കൊടുത്താൽ 30,000 രൂപ നൽകിയ കൂലിയായി, അഥവാ 83 വർഷം തുടർച്ചയായി ഓരോ ദിവസവും 1 രൂപ ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. 365 ഗുണിക്കണം 83 30,295. പിന്നീട് ബാക്കിയുള്ളത് 4 മാസമാണ്. 4 മാസം ഇൻറ്റു 30 120 ദിവസം. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 30,415 ദിവസം തുടർച്ചയായി 2 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. ഖുൽഹുവല്ലാ ഓതിയാൽ 30,415 ദിവസം തുടർച്ചയായി ഖുൽഹുവല്ലാഹു ഓതിയ പ്രതിഫലം ലഭിക്കും. വെറും 1000 രൂപയാണ് ഈ ദിവസത്തിൽ നമ്മൾ ദാനമായി നൽകുന്നത് എങ്കിൽ 3 കോടി രൂപ ചെലവഴിച്ച കൂലി കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികൾക്ക് വേണ്ടി നൽകിയ ഓഫറാണ്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണയോടുകൂടി ഈ ഓഫറുകൾ സ്വീകരിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം നൽകും. വിശുദ്ധ റമളാനിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന അല്ലാഹുമ്മ മുന്ന അലയ്യ വഖിനി അദാബസ് സമൂം എന്ന പ്രാർത്ഥനയും അധികരിപ്പിക്കാം. അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, ഈ ദിക്റുകളും ഏറ്റവും പ്രതിഫലാർഹമാണ് അന്നത്തെ ദിവസം. പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം പാരായണം ചെയ്താൽ ഖുർആൻ ഖത്മ് ചെയ്ത കൂലി കിട്ടും. 83 വർഷം തുടർച്ചയായി ഖത്മ് ചെയ്ത കൂലി കിട്ടുന്നതിന് വേണ്ടി ചുരുങ്ങിയത് 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നവർ അത്രയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ രാത്രികൾ ഉറങ്ങാനുള്ളതല്ല, ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. ഖുർആൻ പാരായണം പതിവായി ചെയ്യുന്നതെല്ലാം ചെയ്യുകയും ഈ കൂടുതലായി എത്രത്തോളം ഖുർആൻ ഓതാൻ പറ്റുമോ അതെല്ലാം പാരായണം ചെയ്യുകയും ചെയ്യുക. തസ്ബീഹ് നിസ്കരിക്കാൻ സാധിക്കുന്നവർ അത് നിസ്കരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹവും ഏറ്റവും അസർ ചെയ്യുന്നതുമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള സർവ്വനബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് എന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സലാത്ത് ചൊല്ലലാണ് എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ദുനിയാവിലെ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ആഖിറത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സലാത്ത് ചൊല്ലുക. പിന്നെ സലാത്ത് വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടിയാൽ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും. ദുന്യവിയും ഉഖ്റവിയുമായ സർവ്വ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെയും വർദ്ധിപ്പിക്കുക. ഒരു 5 പെട്ടി നമ്മുടെ മുന്നിൽ നിരത്തി വെച്ചിട്ട് മൂടപ്പെട്ട പെട്ടിയിൽ
ഒരു 10 പവൻ സ്വർണം വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിലു മാത്രമാണ് 10 പവൻ സ്വർണമുള്ളത്. നിങ്ങൾക്ക് 3 ഓപ്ഷൻ തരുന്നു. അതിൽ നിന്ന് ഒന്നെടുക്കാം, മുഴുവനും 5ഉം എടുക്കാം, ഒന്നും എടുക്കാതിരിക്കുകയും ചെയ്യാം. ബുദ്ധിയുള്ള മനുഷ്യൻ എന്തു ചെയ്യും? ബുദ്ധിയുള്ള മനുഷ്യൻ 5ഉം എടുക്കും. സമ്മതമുണ്ടല്ലോ, ഉറപ്പായിട്ടും 10 പവൻ ലഭിക്കും. ഇന്ന് 10 പവന്റെ വില എത്രയാ? അപ്പോൾ 5 പെട്ടിയും എടുത്തവന് ആ 10 പവൻ ലഭിച്ചു. ഇനി തെരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒന്ന് ആകാമെന്ന അവൻ്റെ കണക്കനുസരിച്ച് അവൻ നോക്കിയിട്ട് ഒന്നെടുത്തു. ചിലപ്പോൾ 10 പവൻ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അങ്ങനെ എടുക്കുന്നവനും ഉണ്ടാകും. ഇനി തീരെ എടുക്കാത്തവർ, ആ പെട്ടിയൊന്നും വേണ്ട എന്ന് വെച്ചവർ, അവൻ്റെ കയ്യിൽ പണമുണ്ടായിട്ടല്ല, എടുക്കാനുള്ള പ്രയാസം കൊണ്ട്, മടി കൊണ്ട്, അത് എടുക്കാൻ അധ്വാനം വേണമല്ലോ, കൈ നീട്ടണമല്ലോ, എടുക്കണമല്ലോ എന്നത് കരുതി അദ്ദേഹം ഇട്ടേച്ചു പോകുന്ന അവരും. ഇതിൽ ബുദ്ധിമാൻ 5 പെട്ടിയും എടുത്തവരാണ്. അതുപോലെ ലൈലത്തുൽ ഖദർ 5 ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 21-ന്റെ രാവ്, 23, 25, 27, 29 ഈ എല്ലാ ദിവസങ്ങളിലും നമ്മൾ റബ്ബിലേക്ക് അടുക്കുകയും പറയപ്പെട്ട ആരാധനകളിൽ മുഴുകുകയും ചെയ്യുക. ലൈലത്തുൽ ഖദർ ലഭിച്ചു എന്നുറപ്പ് ലഭിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു, ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക. മഗ്രിബും സുബ്ഹ് കൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദർ ഉറപ്പായി. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതിനു വേണ്ടി തൗബ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും സർവ്വ മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മഹാന്മാരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു, സ്വാലിഹീങ്ങളുടെ, ആരിഫീങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു. യുസ്തഹബ്ബു അൻ യുക്സിറ മിനദ് ദുആഇ ബിമുഹിമ്മാത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ പ്രധാന കാര്യങ്ങൾക്കു വേണ്ടി, സർവ്വ വിഷയങ്ങൾക്കു വേണ്ടിയും, സർവ്വലോകത്തെ മുഅ്മിനീങ്ങളുടെ സർവ്വ വിഷയങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കൽ, പ്രാർത്ഥനയിൽ ധാരാളിത്തം കാണിക്കൽ, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ഫഹാദാ ശിആറുസ് സ്വാലിഹീൻ. ഇത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. ഇബാദുല്ലാഹിൽ ആരിഫീൻ, ആരിഫീങ്ങളായ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചവരുടെ അടയാളവും അവരുടെ ആരാധനയുടെ സ്വഭാവവുമാണിത്. ലോകത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, യുദ്ധത്തിലും മറ്റുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും അല്ലാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ. ജയിലിൽ അകാരണമായി അടക്കപ്പെട്ടവർക്ക് രക്ഷ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും തുറവടിപ്പാട് നൽകട്ടെ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. റബ്ബിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇബാദത്തിലായ ആളുകളെ സന്ദർശിച്ച് മലായികത്തുകൾ രേഖപ്പെടുത്തും. ഈ മലായികത്തുകൾ ആരെയൊക്കെ സന്ദർശിച്ചോ അവർക്കെല്ലാം ലൈലത്തുൽ ഖദർ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ സന്ദർശിക്കുന്നവരിൽ ഖുർആൻ ഓതുന്നവർ പെടും. ഇബാദത്തുകളിലായി, നിസ്കാരങ്ങളിലായി കഴിഞ്ഞുകൂടുന്നവർ, ദിക്റുകളിലായി കഴിഞ്ഞുകൂടുന്നവർ, ഇഅ്തികാഫിലായി കഴിഞ്ഞുകൂടുന്നവർ, പാവപ്പെട്ടവർക്ക് സദഖ ചെയ്ത് ദാനം ചെയ്യുന്നവർ, ഇവരെയെല്ലാം മലായികത്ത് സന്ദർശിക്കും. അതോടൊപ്പം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അന്നത്തെ പ്രഭാതമാകുന്നതുവരെ ശാന്തിയും ശാന്തതയും സമാധാനവും കളിയാടും. ശൈത്താന്റെ ഒരു ശല്യവും ഉണ്ടാവുകയില്ല. സ്വാഭാവികമായും വരുന്ന സംശയമാണ്, ശൈത്താൻ റമദാനിൽ കെട്ടിയിടപ്പെടുമല്ലോ, അതുപോലെ ശൈത്താന്റെ ശല്യം റമദാനിൽ ഉണ്ടാവുകയില്ലല്ലോ. എന്നിട്ടും ആളുകൾ മൊബൈലിൽ സമയം കളയുന്നതും ചിലപ്പോഴൊക്കെ തെറ്റുകളിലേക്ക് പോകുന്നുമുണ്ടല്ലോ. എന്തുകൊണ്ടാണിത് എന്നതിനുള്ള മറുപടി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമദാൻ മാസമല്ലാത്ത മാസത്തിൽ പിശാച് നമ്മളെ പഠിപ്പിച്ചു വെച്ച കുറേ രീതികളുണ്ട്. ആ രീതികൾ അറിയാതെ നമ്മുടെ നഫ്സ് പിന്തുടരുകയാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. നമ്മുടെ ശരീരമാണ് തിന്മയിലേക്ക് നമ്മളെ
വലിച്ചു കൊണ്ടുപോകുന്നത്. ആ ശരീരത്തോട് യുദ്ധം ചെയ്ത് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. ശൈത്താന്റെ ശല്യം റമദാനിൽ ഉണ്ടാവുകയില്ല. ശൈത്താനെ കെട്ടിയിടപ്പെടുക തന്നെ ചെയ്യും. വികൃതികളായ ശൈത്താന്മാരെ കെട്ടിയിടും എന്നതിൽ ഒരു സംശയവുമില്ല. അത്തരം ശൈത്താന്റെ ശല്യം മുൻകാലങ്ങളിൽ ഉണ്ടായത് നമ്മൾ അറിയാതെ പിന്തുടർന്നു പോരുകയാണ്. ആ പിന്തുടർച്ചയിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ശീലങ്ങളെ നമ്മൾ ബോധപൂർവം മാറ്റുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ തുടർച്ചയായ 11 മാസത്തിൽ നമ്മൾ ചെയ്തു പോയ ശീലങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ശരീരം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആ ഒരു ശീലത്തിൽ നിന്ന് മാറ്റത്തിന് വേണ്ടിയാണ് ഈ റമദാൻ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റൊക്കെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.